ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി നോക്കിയാലോ ഇന്ന്. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. എന്നാൽ ആ ഓയിലും കൂടെ ചൂടായി വന്ന നേരത്ത് അതിലേക്ക് ലേശം കടുകിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. കടുകൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് അതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അടുത്തതായി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുഴുവനായിട്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് മീൻസ് പയറിലേക്കും കൂടെ ഉള്ളത് കണക്കാക്കിയിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിൻ്റെയും സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ആവശ്യമെങ്കിൽ ഉപ്പോ മഞ്ഞളോ മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കുന്നതിൻ്റെ മുമ്പായിട്ട് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഴുക്ക് വരട്ടി തന്നെ മതി നമുക്കൊരു പാത്രം ചോറുണ്ണാൻ. അപ്പോൾ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ ബൈ, സീ യു.